Our next topic is implicit functions, differentiation of implicit functions. എൻ്റെ പ്രോബ്ലമാണ് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇസിക്കൽ 25 ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇസിക്കൽ 25, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇസിക്കൽ 25നെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്. വൈ സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് പോലല്ലേ, അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് എഴുതാം. പോരാ, ഇവിടെ 2y എന്ന് വെച്ച് നിർത്തിയാണെങ്കിൽ ആൻസർ കിട്ടില്ല. പിന്നെ നമ്മൾ വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വൈ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 25യുടെ ഡെറിവേറ്റീവ് 0 ആണ്. അതായത് 25 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഇക്വേഷനകത്തുനിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 2xനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. x റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -2x. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആൻസർ വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് മാത്രമാണ്. പക്ഷേ ഇവിടെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ഒരു y ഉണ്ട്. ആ y അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ y പോകും. അപ്പോൾ y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ y പോയിട്ട് ഡി വൈ ബൈ ഡി എക്സ്, റൈറ്റ് സൈഡിൽ ഡിവൈഡഡ് ബൈ y എന്ന് വരും. അപ്പോൾ -x/y. ഇതാണ് ആൻസർ. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത പ്രോബ്ലം, ഇഫ് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 0 ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അതിന് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 0, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് വരും. ഇവിടെ x ഇൻറ്റു y എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പം പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് ഇൻറ്റു വൈ, പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. അതിൽ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, വൈ സെക്കൻഡ് ഫംഗ്ഷൻ. നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് വരും. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എഴുതും. സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ വൈ ആണ്. പിന്നെ പ്ലസ് കൊടുക്കും. പ്ലസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ y ആണ്. വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. പ്ലസ് പിന്നെ നമുക്ക് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൈ സ്ക്വയറിനെ നമ്മൾ തൊട്ട് മുമ്പ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. എന്താണ് ആൻസർ? 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് 0 ആണ്. 0 ഈസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേംസ് എല്ലാം കൂടെ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ബാക്കിയുള്ളതെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ 2xനകത്ത് ഡി വൈ ബൈ ഡി എക്സ് ഇല്ല, അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അതുപോലെ ഈ വൈക്കകത്തും ഡി വൈ ബൈ ഡി എക്സ് ഇല്ല, അതുകൊണ്ട് അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ബാക്കി ഡി വൈ ബൈ ഡി എക്സ് വരുന്നതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇടണം. ഇവിടെ നമ്മൾ 2xനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ -2x, y റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ -y, ലെഫ്റ്റ് സൈഡിൽ x ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്, കോമൺ പുറത്തെടുക്കണം. ഇവിടെ മൈനസ് പുറത്തെടുക്കണം. റൈറ്റ് സൈഡിൽ മൈനസ് പുറത്തെടുക്കുമ്പോൾ -2x പ്ലസ് y. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വരേണ്ടത്. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെയുള്ള x പ്ലസ് 2y അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി മൊത്തം ഇക്വേഷനെയും x പ്ലസ് 2y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് dy by dx.
എക്സ് പ്ലസ് 2y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് dy/dx, റൈറ്റ് സൈഡ് -2x + y ഓൾറെഡി ഉണ്ട്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്മൾ എക്സ് പ്ലസ് 2y കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ആൻസർ. അടുത്ത പ്രോബ്ലം, ഇഫ് ax² + 2hxy + by² = 0, then find dy/dx. ഇവിടെ a കോൺസ്റ്റൻ്റ് ആണ്, h കോൺസ്റ്റൻ്റ് ആണ്, b കോൺസ്റ്റൻ്റ് ആണ്. ഇനി നിങ്ങൾ ആ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. a ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x പ്ലസ് 2h ഇൻറ്റു x ഇൻറ്റു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x ഇൻറ്റു y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആദ്യം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, y അതേപോലെ ഇടണം. പ്ലസ് എക്സ് അതേപോലെ ഇട്ടിട്ട് y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതാണ് എക്സ് ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് പ്ലസ് ബി ഇൻറ്റു y² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതാണ് 2y ഇൻറ്റു dy/dx. y ഇൻറ്റു dy/dx = 0. ഇനി നമ്മൾ dy/dx ഒക്കെ ലെഫ്റ്റ് സൈഡിലും ബാക്കിയുള്ളതെല്ലാം റൈറ്റ് സൈഡിലും കൊണ്ടുപോകണം. ഈ ബ്രാക്കറ്റ് മാറ്റണം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2h ഇൻറ്റു y എന്ന് വരും. പ്ലസ് 2h കൊണ്ട് x dy/dx മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2hx dy/dx. പ്ലസ് ഇത് 2by dy/dx. = 0. ഇനി നിങ്ങൾ 2ax + 2hy റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ dy/dx ഉണ്ട്, ഇവിടെ dy/dx ഉണ്ട്, dy/dx കോമൺ. ഇവിടെ നിന്ന് dy/dx പുറത്തെടുത്താൽ 2hxy, ഇവിടെ നിന്ന് dy/dx പുറത്തെടുത്താൽ 2by = ഇത് രണ്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് വരും. ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് dy/dx ആണ് വേണ്ടത്. അതുകൊണ്ട് dy/dxൻ്റെ കൂടെയുള്ള 2hx + 2by കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 2hx + 2by കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, ഇഫ് x⁻²/3 + y⁻²/3 = a⁻²/3, then find dy/dx. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ ഇക്വേഷൻ x⁻²/3 + y⁻²/3 = a⁻²/3 നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യം x⁻²/3, ഇത് x⁻n എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ n(x⁻n-1). ഇവിടെ x⁻²/3 എന്ന് പറഞ്ഞാൽ x⁻n രൂപത്തിലാണ്. അതിൻ്റെ ആൻസർ n(x⁻n-1) ആണ്. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 2/3. അപ്പോൾ 2/3 x⁻²/3 - 1 എന്ന് വരും. പ്ലസ് y⁻²/3 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2/3 y⁻²/3 - 1 ഇൻറ്റു പിന്നെ y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx. റൈറ്റ് സൈഡ് a⁻²/3 a കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആൻസർ 0. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വാണ്ടിറ്റിയാണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2/3 - 1 എന്ന് പറഞ്ഞാൽ -1/3 ആണ്. അത് സിംപ്ലിഫൈ ചെയ്ത് -1/3 ആക്കി. ഇനി ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം.
നമ്മൾ ഈ 2/3 എക്സ് റൈസ് ടു -1/3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -2/3 എക്സ് റൈസ് ടു -1/3 ആവും. ഇവിടെ 2/3 ഉണ്ട്, ഇവിടെ 2/3 ഉണ്ട്, അത് നമുക്ക് വെട്ടിക്കളയാം. ഇനി dy/dx കിട്ടാൻ വേണ്ടിയിട്ട് y റൈസ് ടു -1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ആൻസർ. അപ്പോൾ y റൈസ് ടു -1/3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ dy/dx. റൈറ്റ് സൈഡിൽ -x റൈസ് ടു -1/3 ഡിവൈഡഡ് ബൈ y റൈസ് ടു -1/3. ഈ പ്രോബ്ലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഇഫ് x² y² ഇസ് ഈക്വൽ ടു x³ + y³ + 3xy ഫൈൻഡ് dy/dx. നമ്മൾ ആ എക്സ്പ്രഷന്, തന്നിരിക്കുന്ന എക്സ്പ്രഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x² y² ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ x² ഒരു ഫംഗ്ഷനാണ്, y² രണ്ടാമത്തെ ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, x² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, 2x എന്ന് കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2x, സെക്കൻഡിന് അതേപോലെ ഇട്ട്, പ്ലസ് ഫസ്റ്റിന് അതേപോലെ ഇടണം. y² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മൾ കുറേ നേരമായിട്ട് y² ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. y² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y dy/dx. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേഷൻ കഴിഞ്ഞു, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. റൈറ്റ് സൈഡിൽ x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് x റൈസ് ടു n ഫോമിലാണ്. അപ്പോൾ x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3x² എന്ന് വരും. പ്ലസ് y³ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3y² ഇൻറ്റു y³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ dy/dx എന്നും കൂടെ അതിനകത്ത് മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ആൻസർ ശരിയല്ല. അപ്പം y³ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു dy/dx. പ്ലസ് x ഇൻറ്റു y പ്ലസ് 3 ഇൻറ്റു x ഇൻറ്റു y. x ഇൻറ്റു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. x ഇൻറ്റു y ആദ്യം x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, 1 എന്ന് കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷൻ x അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1, പിന്നെ y അതേപോലെ ഇട്ട് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക x, എന്നിട്ട് y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, dy/dx. ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy/dx വരുന്നതൊക്കെ ലെഫ്റ്റ് സൈഡിലും ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് മാറ്റി, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു y പ്ലസ് 3x ഇൻറ്റു dy/dx. ഇനി dy/dx വരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഈ 3y² dy/dx ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. അതുപോലെ 3x dy/dx ലെഫ്റ്റ് സൈഡിലോട്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള 2x y² റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ഇവിടെ 2x² y dy/dx ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. ഈ 3y² dy/dx ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -3y² dy/dx. അതുപോലെ 3x dy/dx ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -3x dy/dx. ഇവിടെ 3x² ഓൾറെഡി ഉണ്ട്, 3y ഓൾറെഡി ഉണ്ട്, പിന്നെ 2x y² റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -2x y² എന്ന് വരും. ഇനി ഇതിനകത്ത് നിന്ന് dy/dx കോമൺ എടുക്കണം.
ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു. ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് പോകുമ്പോൾ ബാക്കി 2x² മൈനസ് 3y² മൈനസ് 3x എന്ന് വരും. റൈറ്റ് സൈഡിൽ 3x² പ്ലസ് 3y മൈനസ് 2xy². ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെയുള്ള 2x² മൈനസ് 3y² മൈനസ് 3x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഇതാണ് ആൻസർ. ഇത് ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് y raised to 4 is equal to x² plus 3 the whole cube, then find dy by dx. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ട്, y raised to 4 is equal to x² plus 3 the whole cube. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y raised to 4 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4 ഇൻറ്റു y raised to 4 മൈനസ് 1, 4 മൈനസ് 1 3 ആണ്. ഇൻറ്റു പിന്നെ y-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, dy by dx ഇസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിനിപ്പോൾ നമ്മൾ u എന്ന് കൊടുത്താൽ u³ ആണ്. u³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3u² ആണ്. അപ്പം u എന്ന് പറഞ്ഞാൽ x² പ്ലസ് 3. അപ്പോൾ 3 ഇൻറ്റു x² പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x, 3യെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. അപ്പോൾ 2x എന്ന് വരും. നമുക്ക് വേണ്ടത് dy by dx ആണ്. അപ്പോൾ 4y³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 2 6x ഇൻറ്റു x² പ്ലസ് 3 ഹോൾ സ്ക്വയർഡ് ബൈ 4y³. ഇതാണ് dy by dx. നെക്സ്റ്റ് പ്രോബ്ലം, ഇഫ് xy ഈസ് ഈക്വൽ ടു c² ഫൈൻഡ് dy by dx. അപ്പോൾ xy ഈസ് ഈക്വൽ ടു c² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് എളുപ്പമാണ്, കാരണം നമ്മൾ xyയുടെ കുറേ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താ ആൻസർ വരും? ആദ്യം x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, 1 എന്ന് കിട്ടും. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ y പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് y-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy by dx ഈസ് ഈക്വൽ ടു c² ഡെറിവേറ്റീവ് 0. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഇൻറ്റു വൈ ഇട്ട് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എഴുതി വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dy by dx ഇസ് ഈക്വൽ ടു c² ഡെറിവേറ്റീവ് 0. അപ്പോൾ എക്സ് dy by dx ഇസ് ഈക്വൽ ടു വൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് വൈ എന്ന് വരും. ഇനി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ dy by dx ഇസ് ഈക്വൽ ടു dy by dx is equal to minus y by x. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസൊക്കെ ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം.